അന്ന് ഡോക്ടർ ആവുന്നതായിരുന്നു ഏറ്റവും ഹൈ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഡോക്ടർ ആണെന്ന് ചിന്തിക്കുന്നത്. റൈറ്റ്? അവരെപ്പോഴും സംസാരിക്കുന്ന ഡ്രസ്സിനെ പറ്റി, കോസ്മെറ്റിക്സിനെ പറ്റി. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസനെ പറ്റി ആരെങ്കിലും സംസാരിക്കും. പൈസയോട് സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇപ്പം നമ്മൾ പറയും കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ ക്യാപിറ്റലോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ വീട്ടിലൊരു മേജർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് പൈസനെ കുറിച്ച് വരുന്ന സമയത്ത് കുട്ടികളെ ഇടപെടുകയില്ല. സോ വെൽക്കം ടു ഫിൻ സീരീസ്. താങ്ക് യു. എൻ്റെ ലൈഫിലൊരു കാര്യം പറയട്ടെ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തത് പൈസേനെ കുറിച്ചുള്ള കാര്യം കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം നേടിയതും പൈസനെ കുറിച്ചാണ്. സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സ്ട്രഗിൾ ആണ് എനിക്കുണ്ടായിരുന്നത്. എല്ലാവർക്കും ഉണ്ടാകും. ഇവിടെയുള്ള എല്ലാ ഒരു 20 to 30 ഇയേഴ്സിൻ്റെ ഇടയിൽ വയസ്സുള്ള ആളുകൾക്ക് എല്ലാവർക്കും ആ സ്ട്രഗിൾ പോയിട്ടുണ്ടാവും പൈസയുടെ പേരിൽ. കേട്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെടുക എന്ന് പറയില്ലേ, അത് ചിലപ്പം പൈസയുടെ പേരിലായിട്ടുണ്ടാവും. കാരണം എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആക്ച്വലി വിഷുവിന് നമ്മളെ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ വിഷു സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം വിഷു കൈനീട്ടം കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ എൻ്റെ കൂടെ തന്നെ വേറെ ഒരു ഫാമിലി കൂടി എത്തിപ്പെട്ടു. അപ്പോൾ അവിടെ വന്ന സമയത്ത് അവിടെയുള്ള എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി പൈസ ഇല്ലായിരുന്നു അന്ന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ ശരിക്കും കുറേ പേര് എന്നെ മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ആക്ച്വലി ആ സമയത്ത് ഞാൻ ചിരിച്ച് മാറിയെങ്കിലും എൻ്റെ മനസ്സിനെ ഭയങ്കര വേദനിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള. ആ വാശി ആക്ച്വലി എന്താണ് മേ ബി നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യണം, പൈസ ഉണ്ടാക്കണം എന്നുള്ളതും ഇല്ലെങ്കിൽ പൈസയോട് സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടാവും ഈ നമ്മൾ കളിയാക്കപ്പെടുന്ന സമയത്ത് അല്ലേ. ആ ഒരു വേദന ശരിക്കും മനസ്സിലാക്കി തരുന്നത് പൈസയോട് സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് ആ പൈസ ഇതേപോലെ ചിലവാക്കുന്ന സമയത്തും ആ ഒരു സന്തോഷം നമുക്കുണ്ട്. റൈറ്റ്? ഇപ്പം ലൈഫിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ് എന്ന് പറയുന്നത് ശരിക്കും ആളുകളുടെ മുന്നിൽ എപ്പോഴാണ് കാണുന്നത്? നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് അല്ലേ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇപ്പം ഒരു ജോലിയിൽ പ്രവേശിച്ചൊരു വ്യക്തിയാണെങ്കിൽ കൂടെ ഗവൺമെൻറ് ജോലിയാണല്ലോ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് എന്ന് ആളുകൾ വിചാരിക്കുന്നത്. സോ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചൊരു വ്യക്തിയാണെങ്കിൽ കൂടെ അയാളുടെ കയ്യിൽ പൈസ ഇല്ല, അയാൾക്ക് ഫുള്ള് കടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില കിട്ടും? ഇല്ല. പക്ഷേ ഗവൺമെൻറ് ജോലിയുള്ള ഒരാൾ അയാളുടെ കയ്യിൽ എന്തുണ്ട്? പൈസ ഉണ്ട്, അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് പറഞ്ഞാൽ അയാൾക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അപ്പോൾ അവിടെ ജോലി ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൂടെ അതിൻ്റെ അപ്പുറം എന്തുണ്ട്? പൈസ എന്ന് പറയുന്ന സാധനം അവിടെ മുന്നിൽ നിൽക്കേണ്ടത് വിചാരിക്കും. റൈറ്റ്? സോ ഐ തിങ്ക് നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ പൈസ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എനിക്ക് തോന്നുന്നു ജനിക്കുന്നതിനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അല്ലേ. നമ്മൾ ജീവിക്കുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ശിവയുടെ കേസ് എടുക്കുന്ന സമയത്ത് ശിവ ഏറ്റവും കൂടുതൽ ആളുകളുടെ മുന്നിൽ നാണം കെട്ടുണ്ടാവും ഈ പൈസയുടെ പേരിലായിരിക്കും അല്ലേ. റൈറ്റ്? എന്തായിരിക്കും ഏറ്റവും മോശമായിട്ട് തോന്നിയ അനുഭവം പൈസയുടെ പേരിൽ? ഞാൻ പറഞ്ഞ ഇപ്പം മോശമായിട്ട് ആദ്യം എൻ്റെ മനസ്സിൽ പതിച്ചൊരു സാധനം ഇത് തന്നെയാണ്. ഈ പറയുന്ന സ്കൂൾ ടൈമിൽ ഫീസ് അടയ്ക്കാൻ പറ്റാണ്ട് നമുക്ക് ആ ചെറുപ്പ പ്രായമാണല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വേറെ ആരും ഇല്ല ക്ലാസ്സിൽ. അപ്പൊ ഞാൻ മാത്രമായിരിക്കും ഫീസ് അടയ്ക്കാണ്ട് ആ ഒരു ടൈമിൽ. അപ്പൊ ടീച്ചേഴ്സ് വരുന്ന കാണുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കുട്ടിക്കാലത്ത് ഭയങ്കര ഒരു പേടി സ്വപ്നമായിട്ട് കൂടിയ ഒരു സാധനമാണ്. കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ബാക്കി എല്ലാവർക്കും മറ്റേ ഹോംവർക്ക് ഞാൻ അതിലൊരു കാര്യം പറഞ്ഞോട്ടെ. ശരിക്കും അത് ശിവയുടെ പാരൻസ് ശരിക്കും നല്ല രീതിയിൽ ഗൈഡ് ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. ഗൈഡ് ചെയ്തത് മീൻസ് പല ആളുകൾക്കും പൈസയുടെ വില എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഒരിക്കലും ഞാൻ വേദനിക്കരുത് വിചാരിച്ചിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് പൈസൻ്റെ വില അറിയില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ശിവ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടായിരിക്കും മേ ബി വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം എല്ലാവരും പറയും ഗേൾസ് എന്ന് പറയുന്നത് മറ്റേ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ്. ഞാൻ അങ്ങനെ വളർന്നു വന്നൊരു കുട്ടിയല്ല. കാരണം എൻ്റെ ചെറുപ്പത്തിൽ പോലും എനിക്ക് അത്ര പ്രായമില്ലാത്തപ്പം ഞാൻ 3ലും 4ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നമ്മളെ അറിയിച്ചാണ് വളർത്തുന്നത്. ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ അത്രയും കൺസേൺഡ് ആയിട്ട് മീൻസ് അത്രയും മെച്ചുവേർഡ് അല്ല ആ ഒരു ഏജിൽ, പക്ഷെ സ്റ്റിൽ കാര്യങ്ങളെ പറ്റിയിട്ട് ഭയങ്കര കൺസേൺഡ് ആണ്. അപ്പം എൻ്റെ ഒരു കുട്ടിക്കാലം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി
എല്ലാവരും നാളത്തേക്ക് പോകുമ്പോൾ ഹോംവർക്ക് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും. എൻ്റെ കൺസേൺ ഇതൊന്നും അല്ല. നാളെ പോയി കഴിഞ്ഞാൽ ഒരു ഫീസ് ചോദിക്കുമല്ലോ. ഇതിപ്പോൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ല, അവരുടെ കയ്യിൽ നിന്ന് എടുക്കാനുണ്ടാവില്ല പെട്ടെന്ന്. അപ്പം അതൊക്കെ ശരിക്കും എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ട്രോമയായിട്ട് കൂടി കുറച്ച് സാധനം. അപ്പോൾ ഈ ട്രോമേൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. അതേമാതിരി പറയുകയാണെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് ഇപ്പം എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയൊക്കെ ആണെങ്കിൽ കുറച്ച് റിച്ച്, മീൻസ് ലൈക്ക് ഫാമിലി, അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും നമ്മളെ ഉള്ളു കുറച്ചൊരു മോശമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിലും ഫാമിലീൻ്റെ ഇടയ്ക്കാണെങ്കിലും നമ്മൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഈവൻ ഞാൻ ചെറുതാകുമ്പോൾ പോലും ഞാൻ അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എന്നെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ഉള്ളിലൊരു വാശി കയറത്തില്ലേ, എല്ലാവരുടെയും മുന്നിൽ ഭയങ്കര അടിപൊളിയാവണം. ഈവൻ ചെറുപ്പത്തിൽ പോലും ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന മാതിരി ടീച്ചറാവണം, ഡോക്ടറാവണം എന്ന് പറയുന്ന സമയത്ത് പോലും എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് ഇന്നതാവണം എന്നല്ല, എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. അതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പിന്നോക്കം നിൽക്കുകയും ബാക്കിയുള്ളവർ മുന്നോക്കം നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ പറയുക, ഈ ഫംഗ്ഷൻസ് വരുന്നതാണ്. കാരണം നമ്മളിടുന്ന ഡ്രസ്സസ് അവരിടുന്ന ഡ്രസ്സും തമ്മിൽ നമ്മളിനെ കമ്പയർ ചെയ്യും, നമ്മളെപ്പോഴും മുന്നോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ അവിടെ നമ്മൾക്ക് പരിഹസിക്കപ്പെടുക എന്ന് വേണമെങ്കിൽ പറയാം, റൈറ്റ്? ആ ഒരു കാര്യമായിരുന്നു അത്. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അല്ലേ? അതെ. എനിക്ക് തോന്നുന്നത് ഇത് ഒരു പരിധി വരെ, ഒരു പരിധി എന്നല്ല, ഇതാണ് ശരിക്കും എന്നെ ഈ ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് എന്നെ കൊണ്ടുവന്നത് എൻ്റെ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ്. ഒരു കണക്കിന് നമ്മൾ നോക്കിയാൽ നമ്മളെപ്പോഴും പറയത്തില്ലേ, ഒരു കാര്യം ഉണ്ടാകുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ട്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയത്തില്ലേ. ഞാനത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ലോകത്തൊരു ഇല അനങ്ങുന്നതിന് പോലും ഒരു റീസൺ ഉണ്ട്. അപ്പൊ അന്നൊരു പക്ഷേ എൻ്റെ വീട്ടുകാർ ഈ പറയുന്ന മാതിരി എന്നെ ഇതൊന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് അവരൊന്നും അറിയിക്കാണ്ട് വളർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രീതിയിൽ ചിന്തിക്കത്തില്ല. നോർമൽ ഒരു ജോബ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടി ആ ഒരു രീതിയിൽ പോകണമെന്നേ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പം ആ ഒരു കുഞ്ഞുനാൾ മുതൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ഒറ്റൊരാഗ്രഹം എനിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം എല്ലാ ഫ്രണ്ട്സും ഡോക്ടറാവണം, ടീച്ചറാവണം എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒറ്റ സാധനമേ ഉള്ളൂ, പൈസ ഉണ്ടാക്കണം. ഈ ഡോക്ടർ ആവുക, ടീച്ചർ ആവുക എന്ന് പറയുന്നതും പൈസയായിട്ട് ബന്ധപ്പെട്ടല്ലേ? കാരണം അന്ന് ഡോക്ടർ ആവുന്നതായിരുന്നു ഏറ്റവും ഹൈ, എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഡോക്ടർ ആവണമെന്ന് ചിന്തിക്കുന്നത്, റൈറ്റ്? അവിടെയും പൈസയായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനീയർ, ടീച്ചർ, ഇങ്ങനെ പോകുന്നു. ഗവൺമെന്റ്, ഒബ്വിയസ്ലി ഗവൺമെന്റ് ജോബ്സ്, അവിടെയും പൈസ മീൻസ് സേഫായിട്ട് സെറ്റിൽ ആവുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഇപ്പം കുറച്ചും കൂടിയും റിസ്ക് എടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ചിന്തയിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു, റൈറ്റ്? എനിക്ക് അത് എപ്പോഴും തോന്നാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സ് രജിസ്റ്റർ ചെയ്യുന്നു. ഈവൻ ട്രേഡിങ്ങിലേക്ക്, ഈവൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ട സമയത്ത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇത്ര എമൗണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഭയങ്കര ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിസ്ക് എടുത്തുകൊണ്ട് സേഫ് അല്ലാതെ, സേഫസ്റ്റ് ആയിട്ട്, അതായത് ഗവൺമെന്റ് ജോബ്സ്, മറ്റ് ജോബ്സ് അല്ലാതെ തന്നെ ആളുകൾ പൈസ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി റിസ്ക് എടുത്ത് പൈസ ഉണ്ടാക്കാൻ റെഡി ആയി തുടങ്ങുന്നുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഓവറോൾ എക്കണോമി ഗ്രോ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു, റൈറ്റ്? എന്റെ ശിവയുടെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിലും കൂടുതലും യങ് ഓൺടർപ്രണേഴ്സ് വരുന്ന ഒരു സമയമാണല്ലോ ശരിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്, ഞാനൊരു പക്ഷേ എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ ഞാൻ ട്രേഡിങ്ങിലോട്ട് വരുന്നത് ഒരു 19 ആ ഒരു ടൈമിലാണ്. ഞാൻ ശരിക്കും ചിന്തിക്കുന്നത് അതിന് കുറേ മുന്നേയൊക്കെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു +1 +2 ഒക്കെ ആ ഒരു ഏജ് ഉള്ളവരെ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഈവൻ 10th പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിനെപ്പറ്റി അറിഞ്ഞ്, ഈവൻ എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ചെറിയ കുട്ടികളുടെയൊക്കെ, എങ്ങനെയാ ഇത് പഠിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇത് ആൾക്കാർ കുറച്ചും കൂടി നേരത്തെ അറിയുന്നുണ്ട്. ശരിക്കും ആ ഒരു ഏജിലൊക്കെ സ്റ്റാർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര പൊട്ടൻഷ്യൽ ആണല്ലോ. ഈവൻ നമ്മളാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മൾ നേരത്തെ തുടങ്ങി. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇതൊന്നും ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് ഇപ്പോൾ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ. ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം അവരുടെ അടുത്ത് പോകുമ്പം എനിക്ക് അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല കോൺവെർസേഷൻസ്. ബിക്കോസ് അവരെപ്പോഴും സംസാരിക്കുന്ന ഡ്രസ്സിനെ പറ്റി, കോസ്മെറ്റിക്സിനെ പറ്റി. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസേനെ പറ്റി ആരെങ്കിലും സംസാരിക്കും, അവിടെയാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പണത്തിനെ കുറിച്ച് സംസാരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? കാരണം ഒന്നാമത് പൈസയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും പൈസ ഉണ്ടാക്കാനുള്ള കാര്യം. പിന്നെ പുതിയ കുറേ അറിവുകൾ കിട്ടും. പിന്നെ ഒബ്വിയസ്ലി ഈ
അഫർമേഷൻ എന്നല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു രീതിയിലുള്ളൊരു അട്രാക്ഷൻ പൈസനോട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പൈസേനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു കോൺവെർസേഷൻ എല്ലാ ഫ്രണ്ട്സ് സർക്കിളിലും ഉണ്ടാക്കി വരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു കറക്റ്റായിട്ടുള്ളൊരു കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ കൂടെ സ്കാമി ആയിട്ടുള്ള കുറേ കാര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. റൈറ്റ്, കുറേ പുതിയ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടില്ലേ. ഈവൻ എൻ്റെ ഗ്രോത്ത് ഉണ്ടായതും ഇല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി അതായിരുന്നു. എനിക്ക് പൈസേനെ കുറിച്ചും ഇല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചും സംസാരിക്കാൻ ഒരു കൃത്യമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ അത് തപ്പി നടന്നിട്ടാണ് ഞാൻ അങ്ങനത്തെ ആളുകളുടെ ഇടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈവൻ ഇപ്പോഴും ഞാൻ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൈസേനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൺട്രപ്രനേഴ്സ് ആയിട്ടുള്ള ആളുകളോട്, ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളോടാണ്. ഈവൻ നമ്മളെ വീട്ടിലും ശരിക്കും പൈസയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കുറവല്ല. കാരണം നമ്മൾ വീട്ടിലൊരു മേജർ ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് പൈസനെ കുറിച്ച് എത്തുന്ന സമയത്ത് കുട്ടികളെ ഇടപെടുവിക്കില്ല, സ്ത്രീകളെ മേ ബി ഇടപെടുവിക്കില്ല. അതേപോലെ തന്നെ ഈവൻ എന്നെ ഒന്നും ആ ഭാഗത്തേക്ക് എടുത്തില്ലായിരുന്നു. പൈസനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് ചിന്തിക്കുന്ന ഒരു പാരൻസ് ആയിരുന്നു മേ ബി എൻ്റെ പാരൻസ് എന്ന് പറയുന്നത്. മേ ബി മിക്ക കേരളത്തിലെ ഫാമിലീസ് അങ്ങനെ തന്നെയായിരുന്നു. സോ ഐ തിങ്ക് നമ്മൾ നിർബന്ധമായിട്ടും വീട്ടിൽ പൈസനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങണം. ആ വീട്ടിൽ പൈസനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങി അവിടെ നിന്ന് ഒബ്വിയസ്ലി നമ്മൾ ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുത്ത് വന്നാൽ പിന്നെ നമ്മൾ ഫ്രണ്ട് സർക്കിളും ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ സംസാരിക്കാൻ പറ്റും തോന്നുന്നു. റൈറ്റ്, അതെ. എല്ലാം ശരിക്കും നമ്മൾ പറയാറില്ലേ, എല്ലാം എവറിത്തിങ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹോം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കേസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ മേ ബി പൈസേൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം എപ്പോഴും അവർ സംസാരിക്കാൻ നമ്മൾ കേൾക്കുകയും പിന്നെ നമ്മളും അതിൽ ഇൻവോൾവ് ആവും. ഒബ്വിയസ്ലി ഇൻവോൾവ് ആയി പോകും. കാരണം നമ്മൾ തിരക്കില്ല, എന്താ പ്രശ്നം എന്ന് തിരക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങും. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ പാരൻസും ശരിക്കും കുട്ടികളെ ഈ പറയുന്ന പൈസേനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങണം. ഈവൻ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ചെറുപ്പ സമയത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം പൈസ ഒന്നും തരത്തില്ല. ഇപ്പം സാറ് മുമ്പേ പറഞ്ഞ മാതിരി വിഷുവിൻ്റെ കേസ് നമുക്ക് കൈനീട്ടം കിട്ടുന്നത്, എനിക്കൊന്ന് നമുക്ക് കുട്ടിക്കാലത്ത് കുറച്ചധികം പൈസ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അത്, അല്ലെങ്കിൽ അതേപോലെ ഓണം സമയത്തൊക്കെ. പക്ഷെ ഈ പൈസ പോലും നമ്മളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നമ്മളെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഒന്നെങ്കിൽ അവരത് മേടിച്ചു വെക്കും, അല്ലെങ്കിൽ പണ്ടുള്ള മാതിരി മറ്റേ കുടുക്കയിലൊക്കെ ഇട്ട് വെക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതും ലാസ്റ്റ് ആ ഒരു കുടുക്ക നിറഞ്ഞു കഴിഞ്ഞാലും പൈസ വീട്ടുകാരുടെ അടുത്തോട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊന്നുമില്ല. ഒരുപക്ഷെ ആ ഒരു സമയത്ത് നമ്മളുടെ കയ്യിൽ തന്ന് ഇതിങ്ങനെ ചിലവാക്കണം അങ്ങനെ ചിലവാക്കണം എന്ന് ഒരുപക്ഷെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ ശരിക്കും സത്യാവസ്ഥ എന്ന് വെച്ചാൽ പാരന്റ്സിന് പോലും ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അതൊന്നും നമ്മളുടെ ജനറേഷൻ ആയിരിക്കും മേ ബി അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നുണ്ടാവുക. നമ്മളെ പേരൻസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പേരൻസിന്റെ പേരൻസ് അത് അവർ പഠിപ്പിച്ചിട്ടില്ല അല്ലേ. നമ്മളെ ഗ്രാൻഡ് പേരൻസ് ഒരിക്കലും നമ്മളെ പേരൻസിനെ അത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമുക്കറിയാം, ഇപ്പം ശിവയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ശിവ ഒബ്വിയസ്ലി പഠിപ്പിക്കും. ഞാൻ ഒബ്വിയസ്ലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ ജനറേഷൻ ഒരു ഭയങ്കര ബ്രേക്ക് എല്ലാ രീതിയിലും ഈ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത് അല്ലേ. ഇപ്പോൾ ശിവ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ യങ് ഓൺട്രപ്രണേഴ്സിനെ കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്കൊരു ഇൻസ്പിറേഷനാണ്. പക്ഷെ എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം നമുക്ക് അവരെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ളൊരു തോട്ട് എനിക്ക് എപ്പോഴും പോകും. കാരണം അവർ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡാണ്, കാര്യങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നൊരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മളും കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആയിരിക്കും. കാരണം യങ്ങർ ജനറേഷൻ ഒബ്വിയസ്ലി നല്ല ഫാസ്റ്റാണ്, നല്ല അപ്ഡേറ്റഡ് ആണ്. അവരെ എത്ര പേര് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ലോകത്ത് വലിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പോകുന്ന എനിക്ക് തോന്നുന്നു യങ്ങർ ജനറേഷൻ തന്നെയായിരിക്കും തോന്നുന്നു. അതെ, അതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് കിട്ടുന്ന ലൈക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇൻഫോർമേഷൻസ് ആണെങ്കിലും വലുതാണ്. പക്ഷെ എൻ്റെയൊക്കെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കുറേ. ഇന്റർനെറ്റൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. മറ്റേ റീചാർജ് കൂപ്പണൊക്കെ വെച്ചിട്ട് ചെറിയ GB നമ്മൾ യൂസ് ചെയ്ത സമയമായിരുന്നു. അപ്പം അന്ന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പലതിനും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ലൈക്ക് എല്ലാവർക്കും എല്ലാത്തിനോടും ഭയങ്കര നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ChatGPT ആണെങ്കിലും എല്ലാ കാര്യത്തിനോടും നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പം അത് വെച്ചിട്ട് ശരിക്കും ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതേപോലെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എവിടെ ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടെ നമ്മളുടെ ജേർണി എൻഡ് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അവർക്ക് എനിക്ക് തോന്നുന്നു പൈസേനെ കുറിച്ച് കുറച്ചും കൂടിയും യങ്ങർ ജനറേഷൻ പൈസേനെ കുറിച്ച് കുറച്ചും കൂടിയും ലൈക്ക് അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു എന്താ പറയുക ഫിസിക്കൽ, അതായത് നമ്മൾ ചോദിക്കല്ലോ കയ്യിൽ പൈസ ഉണ്ടോ, ലിക്വിഡ് ക്യാഷ് ഉണ്ടോ ചോദിക്കല്ലോ, ആ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഉള്ള പരിചയം കുറവായിരിക്കും. റൈറ്റ്, ആൻഡ് മേ ബി മോഡ് ഓഫ് ആ ഒരു ട്രാൻസാക്ഷൻ എല്ലാം ഒരു ചേഞ്ച് വന്നേക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടിയും
എക്സ്പേർട്ടുകളായിരിക്കും പൈസ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു. മേ ബി എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആയി പോയേക്കാം. അതായത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ കൃത്യം ഇൻവെസ്റ്റ്മെന്റ്സ്, കൃത്യം സേവിങ്സ്, ആ രീതിയിലേക്ക് മേ ബി എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലേക്ക് വന്നേക്കാം. കുറേ എനിക്ക് തോന്നുന്നു കുറേ ഫിൻടെക് കമ്പനികൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റഡ് ആക്കാൻ. കാരണം ഓട്ടോമേറ്റഡ് ആക്കാത്തത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ശിവ ഒരു 10,000 രൂപ എത്തുകയാണെങ്കിൽ അടുത്ത മാസം ഒരു 10,000 രൂപ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ശിവ ഓൾറെഡി മനസ്സിൽ വെക്കും, ഇത്ര രൂപ എങ്ങനെയൊക്കെ ചിലവാക്കാം, ബാക്കി ഒരു 1000 രൂപ കിട്ടുന്ന എടുത്തു വെക്കാം. പക്ഷെ 1000 രൂപ എടുത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ പല ഇമോഷൻസ് കാരണം നമ്മളത് ചിലവാക്കി പോകും. പക്ഷെ അത് ഓട്ടോമേറ്റഡ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും, റൈറ്റ്? ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിന്റെ SIP പിടിക്കുന്ന പോലെ എല്ലാ മാസവും കൃത്യം ബാങ്ക് അക്കൗണ്ടിൽ പിടിക്കുകയാണ്, EMI പിടിക്കുന്ന പോലെ. അപ്പം അതേമാതിരി എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് ആവുകയാണെങ്കിൽ ഈസി ആയിരിക്കും തോന്നുന്നു. ആൻഡ് ഇനിയുള്ള ജനറേഷൻ ആ രീതിയിലേക്കുള്ള പല ടെക്നോളജിയിലേക്കും വന്നേക്കാം, ഈസി ആയിരിക്കും തോന്നുന്നു, റൈറ്റ്? ആൻഡ് നമ്മൾ ഫേസ് ചെയ്ത കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. ഈവൻ തുടക്കത്തിലുള്ള ബേസിക് നോളജ് കിട്ടാതെ, ഒരു ഫൗണ്ടേഷൻ കിട്ടാത്ത നോളജ്, ആ കാര്യത്തിൻ്റെ മുകളിലൊക്കെ ഇവർ മേ ബി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നേക്കാം. ഇപ്പം കേരള സർക്കാരിൻ്റെ മെയിനായിട്ട് ലോട്ടറി അടിക്കുന്ന ആളുകൾക്ക് കൃത്യം അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് ഇപ്പോഴത്തെ ആളുകൾക്ക്. ഒരു സ്റ്റഡീസ് ഇല്ലായിരുന്നു, അതായത് ലോട്ടറി അടിച്ച് ഇത്ര പേരും എന്താണ് പിന്നീട് പൈസ ഇല്ലാത്ത ആളുകളായി മാറുന്നു, അല്ലെങ്കിൽ ആ പൈസ മൊത്തം അവർ കൊണ്ട് കളയുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവർ കൃത്യമായിട്ടുള്ള നോളജ് കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം രീതിയിലായിരിക്കാം മേ ബി ഇനി വരാൻ വേണ്ടി പോകുന്ന ജനറേഷന് അവരുടെ സ്കൂളിൽ ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളജും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവാം. അത് ഈവൻ ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ ഫൈനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല ഇനീഷ്യേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതിനി മാറും. അത് മേ ബി അവരുടെ ഒരു കരിയറിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ എന്തായാലും ഉണ്ടാവും, സിലബസിലേക്ക് ആഡ് ഓൺ ആയി വരും ഉറപ്പായിട്ടും. സോ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു ബേസിക് നോളജ് കിട്ടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു മാറ്റം അതിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫൈനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട ബേസിക് നോളജ് പലർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പം ഈ സ്ട്രഗിളിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പം ഒരു പെൺകുട്ടി ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എപ്പോഴും നമ്മൾ പലയിടങ്ങളിലും ആൾക്കാർ പൊതുവേദികളിലായിക്കോട്ടെ എല്ലാവരും സംസാരിച്ച് കേട്ടിട്ടുള്ളൊരു കാര്യം, ലൈക്ക് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്കുണ്ടാകുന്ന ഓരോ സ്ട്രഗിൾസ്. പക്ഷെ ഇതേപോലെ തന്നെ ലൈക്ക് മെന്നാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇപ്പം അവരുടെ ഫാമിലി നല്ല പാഷനേറ്റ്ലി ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ. പക്ഷേ ഇവരുടെ ഈ ഒരു പാഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയി ദുബായിലൊക്കെ പോയി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ശരിക്കും അങ്ങനെയൊക്കെ വരുന്നത്? ലൈക്ക് ഈ പ്രോപ്പറായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ മീൻസ് പാരൻസിൽ നിന്ന് അത് തുടങ്ങണമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. ലൈക്ക് അവർക്കിപ്പോൾ പറയുന്ന മാതിരി ഇപ്പം നമ്മൾ പറയും കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ ക്യാപിറ്റലോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പക്ഷേ അന്നൊക്കെ ഒരു 20 years മുന്നേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കോർപ്പസ് എമൗണ്ട് അവർക്ക് ഇന്ന് ഉണ്ടാക്കാമായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ലൈക്ക് കുട്ടികൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അപ്പം സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ആൺകുട്ടികൾ മെയിൻലി ഫേസ് ചെയ്യുന്ന കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവില്ല. ഇപ്പോൾ സാറിൻ്റെ ലൈഫിലായിക്കോട്ടെ സാറ് ഫേസ് ചെയ്ത സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക പൈസയുടെ കാര്യത്തിൽ തന്നെയായിരിക്കും. ഇപ്പം എൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ കൂടെ അവർ ഒരു കോളേജ് കഴിയുന്ന ആ സമയം മുതൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു പൈസേൻ്റെ മുകളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു കൾച്ചറാണല്ലോ പേരൻസ് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ പേരൻസിൻ്റെ അടുത്തുള്ള സപ്പോർട്ട് മേ ബി കുറയും. ആ കുറയുന്ന ആ സമയം മുതൽ എന്തായിരിക്കും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ, എൻ്റെ ലൈഫിൽ ഞാൻ പൈസേൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ മൊത്തം ഒരു ഫെയിലിയർ ആയി നിന്ന് സ്ട്രഗിൾ ചെയ്ത സമയത്ത് എനിക്കിത് ഡിസ്കസ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആളുകളുടെ, അതായത് പ്രത്യേകിച്ച് ആണുങ്ങളുടെ ആൺകുട്ടികളുടെ അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് സംസാരിക്കാനുള്ളൊരു വേദി ഇല്ലയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആളുകളിലേക്ക് പറയാൻ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ ഒരു മടിയുണ്ട് അല്ലെ. എപ്പോഴും നമ്മളെപ്പോഴും എന്താ പറയുക, ആണത്തം അതേപോലെ തന്നെ പൗരുഷം എന്നാ പറയുന്നത്. അപ്പോൾ ഇത് കളയാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും മടിയാന്ന് തോന്നുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഫാമിലിയിലുള്ള ആളുകളെക്കാട്ടും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക മേ ബി ഒരു സൈക്കോളജിസ്റ്റിനോടായിരിക്കും. കാരണം എന്നെ വിലയിരുത്തില്ല. അതായത് ഇപ്പം ഞാൻ ശിവനോട് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തൊരു കാര്യം പറഞ്ഞാൽ ശിവ മേ ബി ചിന്തിക്കുന്നുണ്ടാവുക ശിവയുടെ ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ശിവയുടെ രീതിയിലായിരിക്കും.
അപ്പം അങ്ങനെയായിരിക്കും പിന്നെ മേ ബി എന്നെ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ ശിവയുടെ ഉത്തരം അങ്ങനെയായിരിക്കും എന്നോട് ഉണ്ടാവുക, റൈറ്റ്? ബട്ട് എനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവർ അങ്ങനെ ആയിരിക്കില്ല. അതെ, ജഡ്ജ്മെന്റ്സ് അല്ല, സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് തരാനായിരിക്കും അവർ നോക്കുന്നുണ്ടാവും. അതെ അതെ, ആക്ച്വലി സത്യം പറയാം, യെസ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഞാൻ മേ ബി സൈക്കോളജിസ്റ്റിനെ ചുമ്മാ എങ്കിലും പോയി കാണും. കാരണം കേട്ടിരിക്കാൻ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ അത് കേട്ടിരിക്കാൻ ഒരാളുണ്ടല്ലോ, ആൻഡ് വിലയിരുത്തുകയും ചെയ്യില്ല. അതാണ് വിലയിരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു ഈ ആൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വിലയിരുത്തലാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു സാധനം തോന്നുന്നു. ഈവൻ ഒരു മുടി നീട്ടിയാൽ തുടങ്ങും ജഡ്ജ്മെന്റ് ചെയ്യാൻ, അല്ലേ? അതായത് മുടി നീട്ടിയാൽ, ബൈക്കിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ, സുഹൃത്തുക്കളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ, എല്ലാ സമയത്തും നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിലാണ്. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും, അതായത് എല്ലാ ആൺകുട്ടികളുടെ ലൈഫിലും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്യാമറയിൽ പിന്നിലിരിക്കുന്ന ആളാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകളാണെങ്കിലും, ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് തുറന്നു പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട്. എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. അത് മേ ബി ഞാൻ പറയില്ല, ഈഗോ കാരണം അവർ പറയില്ല എനിക്കൊരു ഇമോഷൻസും ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് തുറന്നു പറയാൻ വേണ്ടി എനിക്ക് അതിൻ്റെ ഒരു പേടിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ഈവൻ നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എൻ്റെ വൾണറബിലിറ്റി ഇല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ എനിക്ക് ശരിക്കും സത്യസന്ധമായിട്ട് ആരുമില്ല. ശരിക്കും ഇതൊരു അപ്ബ്രിങ്ങിന്റെ പ്രശ്നമല്ലേ? കാരണം നമ്മൾ ഇപ്പം ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ളൊരു സാധനത്തിൽ നിന്നാണ് നമ്മൾ വളർന്നു വരുന്നത്. കരയാത്ത എത്ര ആണുങ്ങളുണ്ടാവും. അതായത് കരയുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ കരയാനായിരിക്കും മടി. ആ ഇമോഷൻസ്, ആ ഫീലിങ്സ് ആളുകളുടെ മുന്നിൽ കാണിക്കാൻ പേടിയാണ്. കാണിച്ചു കഴിഞ്ഞാൽ ഇവരെ ജഡ്ജ് ചെയ്യുക എന്നുള്ള പേടിയാണ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞത് മൊത്തം ഒന്നെങ്കിലും ടോയ്ലറ്റിൽ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ടാണ് കരഞ്ഞത്. അങ്ങനെ കരയാത്ത എത്ര ആൺകുട്ടികളുണ്ടാവും അവിടെ? കുറവായിരിക്കില്ലേ? കാരണം എനിക്ക് എൻ്റെ പേടിയാണ്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇമോഷണലി ഒട്ടും സ്ട്രോങ് അല്ലാത്തൊരു വ്യക്തിയാണെന്ന് എന്നെ ജഡ്ജ് ചെയ്യും. അപ്പോൾ പിന്നെ എൻ്റെ ജീവിതകാലം മൊത്തം മേ ബി അങ്ങനെ കണ്ടേക്കാം, റൈറ്റ്? അപ്പോൾ ആ ഒരു പേടി ഒബ്വിയസ്ലി എല്ലാവരുടെ മനസ്സിലുണ്ടാവും എനിക്ക് തോന്നുന്നു.